മനോഹരമായിട്ടുള്ള എലവേഷനോട് കൂടി കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. സ്ഥലം വരുന്നത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ തേവയ്ക്കലാണ്. 4 സെൻറ്റ് 800 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK ആണ് നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളി ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. വീതിയുള്ള റോഡ് ഫ്രണ്ടേജാണ്, അതും ടൈല് വിരിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്കാണ് പോകുന്നത്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വന്നുള്ളത്. ഈസി ആയിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീടിൻ്റെ ദർശനം. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വെല്ല് വരുന്നുണ്ട്. നോർത്ത് സൈഡിലും നടക്കാനുള്ള ഒരു സ്പേസ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിൽ തന്നെ കിണർ വന്നിട്ടുണ്ട്. പകുതിയാക്കിയിരിക്കുകയാണ്, അതായത് കാറ് കയറ്റാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറും കൂടിയാണ്. നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം, അതായത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. വലിയൊരു വാഹനം നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ധാരാളം ഫ്രണ്ടേജ് ഉള്ള വീടും കൂടിയാണ്. ഈ ഭാഗമാണ് സൗത്ത് സൈഡ്. അവിടെയും നടക്കാനുള്ള ഒരു സ്പേസ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങാം. ഒരു 3 ചെയർ ഇടാനൊരു സ്പേസ് നമ്മുടെ സിറ്റ് ഔട്ടിന് തന്നെയുണ്ട്. അപ്പോൾ വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ മാറി ഒതുങ്ങിയിട്ടാണ് നമുക്ക് ഷൂറാക്കും മറ്റുമൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ ഷൂറാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഫ്രണ്ട് വശം ഫുള്ള് ടീക്കൂഡിൽ പാനൽ ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പില്ലറിൽ ടെക്സ്റ്റ് വർക്കും കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ടീക്കൂഡിൽ തീർത്ത നല്ല വലിപ്പമുള്ള ഡോറ് തന്നെയാണ്. അതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ലിവിങ്ങിലേക്ക് വരികയാണ്. സോഫ സെറ്റ് നമുക്ക് ഇങ്ങനെ ഇടാവുന്നതാണ്. ഫ്രണ്ടിലൊരു ടീപ്പോ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്ക് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ തന്നെ TV യൂണിറ്റിൻ്റെ വർക്കിലേക്കാണ് നമ്മളിനി വരുന്നത്. ഇങ്ങനെ വലിപ്പമുള്ളൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ടീക്കൂഡിൻ്റെ ഡിസൈനിലുള്ള മൈക്ക ലാമിനേഷനാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലോസി ഡിസൈനിലുള്ള ലാമിനേഷൻ വർക്കും ഫ്രണ്ടിൽ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു വാള് പൂർണ്ണമായിട്ടും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സൈഡിൽ വശങ്ങളിലാണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ളൊരു ടെക്സ്റ്റ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലവറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ലിവിങ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോവുകയാണ്. ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസൊക്കെ കവറിങ്ങിൽ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് പോവുകയാണ്. അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ വിത്ത് ഓപ്പൺ കിച്ചൺ. അങ്ങനെ ഗംഭീരമായിട്ടാണ് ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാൾ സീലിങ്ങിൽ ഒരു വുഡിൻ്റെ ബീഡിങ് വർക്കായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൂടുതലും ടീക്കൂഡിൻ്റെ ഡിസൈനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 6 ചെയറിൻ്റെ 8 ചെയറിൻ്റെ ടേബിൾ നമുക്ക് ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. കൂടാതെ ഒരു സ്റ്റെയർ കവർ ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് കോക്കറി ഷെൽഫ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാറി ഒതുങ്ങിയിട്ടാണ് ഇവിടെ വാഷ് കൗണ്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹിൻഡുവറിൻ്റെ ഫിറ്റിങ്സ് ആണ്. ഇറ്റാലിയൻ കളക്ഷനാണ്. ബ്ലാക്ക് കളറാണ്. നാനോ വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ മേലെ ബ്ലാക്ക് കളറ് വാഷ് ബേസിനും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാവുന്നുണ്ട്. അതിലേക്ക് വാം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു സൈഡിൽ വാൾപേപ്പറാണിത്. അതും ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. പിന്നെ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. അതും നാനോ വൈറ്റ് തന്നെയാണ്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ഹിൻഡുവിൻ്റെ ടാപ്പാണ് വന്നുള്ളത്. പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് അക്വാഗാർഡും മറ്റുമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലും ധാരാളം പവർ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് കൈ എത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നോർത്തിലേക്ക് നമുക്ക് ഫുഡും ഹോപ്പും ചെയ്യാവുന്ന രീതിയിൽ ഹോളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ ഔട്ട് സൈഡിലേക്ക് വരാം.
പെരുമാറാനായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയും കൂടി കിട്ടിയിട്ടുണ്ട്. 2 സൈഡ് ഡോർ വരുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ലാബ് വിരിച്ചിരിക്കുകയാണ്. അത് നാനോ ആയിട്ടാണ്. ക്വാളിറ്റി ഒരു സിങ്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തുള്ളത്. ഇവിടെ ഒന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. 2 സൈഡും തുറക്കാവുന്ന രീതിയിലാണ്. ബാക്ക് സൈഡിലായിട്ട് ഒരു അലക്കയിൽ വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ ചെറിയൊരു വഴി വരുന്നതുകൊണ്ട് അവിടെ ഒരു ഗേറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം. അതിന് വാട്ടർ പോയിൻറ്റ്, വേഴ്സ് ലൈൻ, പവർ ലൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അലക്കലും വാഷിംഗ് മെഷീനും നമുക്ക് വേണമെങ്കിൽ താഴെ യൂസ് ചെയ്യാം. ഇത് കൂടാതെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഡിഷ് വാഷറൊക്കെ വെക്കാനുള്ളൊരു പവർ പോയിൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഏകദേശം ഒരു 12.5 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ്സ് വന്നുള്ളത്. അപ്പം നല്ല വലിപ്പമുള്ള വാർഡ്രോബ്സ് വന്നിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മിറർ വരാനുണ്ട്. ഡ്രോയറൊക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു സൈഡിലെ ഭിത്തി, അതായത് സൗത്ത് സൈഡിലെ ഭിത്തി വാൾപേപ്പർ ഒടിച്ച് ഭംഗിയാക്കിയേക്കാണ്. ഹെഡ് പൊസിഷൻ വരുന്ന ഭാഗം നമുക്ക് സൗത്തിലേക്ക് വയ്ക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡയവറ്റർ വന്നിട്ടുണ്ട്. എല്ലാം ഹിൻഡുവറിൻ്റെ ഫിറ്റിങ്സ് ആണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതുകൂടാതെ ഇതിൻ്റെ ഫാൾ സീലിംഗ് വർക്കും എടുത്തു പറയേണ്ടതാണ്. ഭംഗിയായിട്ടൊരു വുഡിൻ്റെ പ്രൊഫൈൽ ബീഡിങ്ങോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമാണ്. 11 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള കബോർഡ് വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡയവറ്റർ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഹീറ്ററിൻ്റെ പോയിൻറ്റും വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. താഴെ 2 വലിയ ബാത്റൂം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്. സ്റ്റെയർ വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റിൽ തന്നെയാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നത് ടീക്ക് വുഡിൽ ടഫൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. മേലേക്ക് കയറാം. LED സ്ട്രിപ്പുകൾ കൊടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് സ്റ്റെയറിൻ്റെ സൈഡ് വഴി കൊടുത്തിരിക്കുകയാണ്. ഇത് നോർത്ത് സൈഡാണ്. പെർഗോള വരുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ടാണ് ഫാൾ സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ നല്ലൊരു ഡിസൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. വാൾപേപ്പർ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സൈഡിൽ കമ്പ്യൂട്ടർ ടേബിൾ വരുന്നുണ്ട്. ബുക്ക് ഷെൽഫ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. പന്ത്രണ്ടര അടി നീളവും 12 അടി വീതിയുള്ള ബെഡ്റൂമാണ്. സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. കളർ പാറ്റേണിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. സൗത്ത് സൈഡിൽ വേറൊരു കളർ ടോണാണ് കൊടുത്തുള്ളത്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കബോർഡും ഒക്കെ വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 4ാമത്തെ ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. 12.5 അടി നീളമുണ്ട്. 12.5 അടി നീളവും 11 അടി വീതിയാണ് ഈ ബെഡ്റൂമിന് വന്നുള്ളത്. ഫാൾ സീലിംഗ് വർക്കും ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ വലിപ്പമുള്ള കബോർഡും തന്നെയാണ് ഇതിനും വന്നുള്ളത്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡയവറ്റർ, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണ്. ഭിത്തി വന്നിരിക്കുന്നതും മാറ്റ് ടൈലിൽ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ബാത്റൂം കിട്ടി. ഇനി നമ്മളിതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകാൻ പോകുന്നത്. ഇങ്ങനെ താഴെ വന്നിരിക്കുന്ന അതേ സ്പേസ് നമുക്ക് മേലെയും കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ്. അതുകൂടാതെ തന്നെ TV സ്പേസ്, കബോർഡ് വർക്ക് എല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്ചർ വർക്കും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് വർക്കൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വിൻഡോസുകളെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല വലിപ്പമുള്ള വിൻഡോസുകൾ കൊടുത്തിട്ടുണ്ട്. കർട്ടൻ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ട് നല്ലൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ഫൈബർ ലാമിനേഷൻ വർക്ക് ഉണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്.
എലവേഷൻ്റെ ഭാഗമായി വരുന്ന ടെക്സ്ചർ വർക്കും വരുന്നുണ്ട്, ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഇനി ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സൺസൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ വെക്കാനായിട്ട് അതിനെ നമുക്ക് പരിപാലിക്കാനൊക്കെ ഇറങ്ങാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിലിങ്ങനെ ലോക്ക് ചെയ്യാനും പറ്റും. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫൻഡ് ഗ്ലാസ്സുമാണ്. ഒരു ഊഞ്ഞാലും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ബാൽക്കണിയിലുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകാൻ പോകുന്നത്. യൂട്ടിലിറ്റി സ്പേസാണ്. നമുക്ക് ഒരു സ്റ്റഡി റൂമായിട്ടോ ഓഫീസ് റൂമായിട്ടോ മാറ്റിയെടുക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ടെറസൈഡിലേക്ക് പോകുന്ന ഏരിയയിലേക്ക് പോകാം. പടിഞ്ഞാറ് സൈഡിൽ നിന്ന്, അതായത് വെസ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന കാറ്റും മഴയും തടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഷീറ്റ് വർക്ക് കൊടുത്തുള്ളത്. അല്ലെങ്കിൽ ഭിത്തി ഫുള്ള് അല്ലെങ്കിൽ നടക്കുന്ന ഭാഗമൊക്കെ വെള്ളമാവുകയും ചെയ്യും. പിന്നെ കാറ്റടി കൂടുതൽ വരുന്ന സ്ഥലവും കൂടിയാണ്. ഇനി മേലെ സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മേലെയും ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് മേലേക്ക് കയറുന്ന രീതിയിലാണ് സ്റ്റെപ്പൊക്കെ കൊടുത്തുള്ളത്. അപ്പം വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയും കൂടിയാണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആണ്. ഇത് കൂടാതെ തന്നെ യൂട്ടിലിറ്റി സ്പേസിൽ ഇവിടെ ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം. താഴെയും വാഷിംഗ് മെഷീനുള്ളൊരു പൊസിഷൻ കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ അയൺ ടേബിളൊക്കെ ഇടാനുള്ളൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനോഹരമായിട്ടൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4 സെൻറ്റ് 800 ലിങ്സ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,10,00,000 രൂപയാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ജംഗ്ഷനോട് വളരെ അടുത്തുള്ളൊരു വീടും കൂടിയാണ്. ഇതുകൂടാതെ നമുക്ക് കളമശ്ശേരി ഭാഗത്തേക്കും എടപ്പള്ളി ഭാഗത്തേക്കും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ഒക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ ഇത് ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.